മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഇനി ടീം UDF ഭരണം. സംസ്ഥാനത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. PK കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും. നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിനെത്തി. VD സതീശൻ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. പ്രത്യേക നിയമസഭാ സമ്മേളനം 21-നും 22-നും. MLA-മാരുടെ സത്യപ്രതിജ്ഞ 21-ന്. നയപ്രഖ്യാപനത്തോടെ സഭാ സമ്മേളനം 29-ന്. G. സുധാകരൻ പ്രോട്ടേം സ്പീക്കർ. T. ആസിഫ് അലി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ആലപ്പുഴയിലെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ മർദ്ദനം SIT അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. കീഴ്വഴക്കങ്ങൾ മാറ്റപ്പെടുമെന്നും VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പറഞ്ഞ വാക്ക് പാലിച്ച് UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. ആശാവർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി വർക്കർമാർക്കും ആയമാർക്കും പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും 1000 രൂപ കൂട്ടി. സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കുമെന്ന് VD സതീശൻ. മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതിൽ ലത്തീൻ സഭയ്ക്ക് പ്രതിഷേധം. മുഖ്യമന്ത്രി സഭാസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പിനെ കണ്ടു. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മത്സ്യമേഖലയിൽ നിന്നുള്ള മന്ത്രി വേണമെന്നും യൂജിൻ പെരേര. മന്ത്രിസഭയിൽ അംഗങ്ങളില്ലാത്തതിൽ പരിഭവമില്ലെന്ന് ഓർത്തഡോക്സ് സഭ. ചാണ്ടി ഉമ്മൻ എങ്ങനെ പുറത്തായി എന്നറിയില്ലെന്നും സഭ. കോഴിക്കോടിന് മന്ത്രിമാരില്ലാത്തതിൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മുന്നിൽ പുതുക്കിയ നിർദ്ദേശവുമായി വീണ്ടും ഇറാൻ. തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം ഉടൻ പിൻവലിക്കണമെന്ന ആവശ്യം. സംഘർഷം ശക്തമായാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. അബുദാബിയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ശക്തമായി അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് VD സതീശൻ അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിന് സാക്ഷിയാകാൻ നേതാക്കളും പ്രവർത്തകരും ഒഴുകിയെത്തിയപ്പോൾ തലസ്ഥാനം ജനസാഗരമായി. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലെത്തുന്നതിന് സാക്ഷിയാകാൻ കോൺഗ്രസിന്റെ വലിയ നേതൃനിരയാണ് എത്തിയത്. സമയം 10:17. കേരളത്തിൽ പുതുയുഗം പിറന്നു. ആരവത്തോടെ ജനങ്ങൾ ആ യുഗപ്പിറവിയെ ഏറ്റെടുത്തു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. തൊട്ടു പിന്നാലെ സത്യപ്രതിജ്ഞ നടത്തിയ കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ആവേശകരമായ സ്വീകരണം. ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. കെ മുരളീധരൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയിൽ. Do swear in the name of God. എല്ലാവരും ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ ഷിബു ബേബി ജോണും CP ജോണും വ്യത്യസ്തരായി. സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ
രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി തുടങ്ങിയ നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, വിവിധ സാമൂഹ്യ മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിനെത്തി. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമുള്ള പ്രവർത്തകർ ഒഴുകിയെത്തിയപ്പോൾ തലസ്ഥാന നഗരി ജനസാഗരമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഈ മാസം 21 മുതൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്ത് മന്ത്രിസഭായോഗം. 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞയും 22-ന് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. G. സുധാകരൻ പ്രോട്ടേം സ്പീക്കറാകും. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം ഈ മാസം 29 മുതൽ വിളിച്ചു ചേർക്കും. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടു കൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ജൂൺ 5-നാകും ബജറ്റ് അവതരണം. മെയ് 21-ന് MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാകും. MLA-മാരുടെ സത്യപ്രതിജ്ഞ 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നുമാണ്. ഇതിനായി പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കും. മുതിർന്ന അംഗം G. സുധാകരനാണ് പ്രോട്ടേം സ്പീക്കറാകുക. അതേസമയം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ധവളപത്രം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തി ഒരു ടീമിനെ തയ്യാറാക്കിയായിരിക്കും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പറഞ്ഞ വാക്ക് പാലിച്ച് UDF സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം. KSRTC ബസ്സിൽ അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. അംഗനവാടി ജീവനക്കാർക്കും ടീച്ചർമാർക്കും ഹെൽപ്പർമാർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും പാചക തൊഴിലാളികൾക്കും 1000 രൂപ വീതം കൂട്ടി. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പതിറ്റാണ്ടുകാലം പ്രതിപക്ഷത്തിരുന്ന UDF സർക്കാർ ഭരണത്തിലേറിയ ശേഷം ആദ്യം നടപ്പാക്കുന്നത് ജനക്ഷേമ വാഗ്ദാനങ്ങൾ. പ്രകടന പത്രികയിലെ ഏറ്റവും ആകർഷണവും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതുമായ സ്ത്രീകളുടെ സൗജന്യയാത്ര തന്നെയായിരുന്നു സർക്കാരിന്റെ ആദ്യ തീരുമാനം. ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര അനുവദിക്കുന്ന സമയത്ത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. കൊടുത്ത വാക്ക് പാലിക്കുന്നതാണ് UDF സർക്കാർ എന്ന സന്ദേശം കൂടിയായിരുന്നു ആദ്യ തീരുമാനങ്ങൾ. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചു. അംഗനവാടി പ്രീ പ്രൈമറി പാചക തൊഴിലാളികൾക്കും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം കൂടി പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ ഹെൽപ്പർമാർ അവരുടെ വലിയ തുകയെന്നല്ല 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കും. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും ആദ്യ ക്യാബിനറ്റിൽ തീരുമാനമായി. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ UDF സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും. അതേസമയം അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് ജാജു ബാബുവിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് T. ആസിഫ് അലിയെയും നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭയിൽ കൈക്കൊണ്ട മറ്റൊരു സുപ്രധാന തീരുമാനമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ച കേസിലെ പുനരന്വേഷണം. 2023 ഇടത് സർക്കാരിന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച വിവാദമായ രക്ഷാപ്രവർത്തനത്തിൽ പുനരന്വേഷണത്തിന് ആദ്യ ക്യാബിനറ്റിൽ ഉത്തരവാകുമ്പോൾ അത് UDF സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനം കൂടിയായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായി. ഒന്നും മറക്കാൻ പറ്റുന്നതാണ്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ, നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. നവകേരള യാത്ര കടന്നുപോകുന്ന വഴിയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപ് എസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഗൺമാൻ ചെയ്ത രക്ഷാപ്രവർത്തനമെന്നായിരുന്നു പിണറായി വിജയൻ പലതവണ ആവർത്തിച്ച് ന്യായീകരിച്ചിരുന്നത്. മർദ്ദനമേറ്റ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും പിന്നീട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളായ AD തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് MLA ആണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിസഭയിൽ ലത്തീൻ പ്രാതിനിധ്യം ഇല്ലാത്തതിൽ സഭയെ അനുനയിപ്പിക്കാൻ അതിരൂപത വികാരി ജനറൽ യൂജിൻ പെരേരയുമായി സഭാസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ഫിഷറീസ് വകുപ്പും മന്ത്രിയും തങ്ങളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണെന്ന് യൂജിൻ പെരേര പറഞ്ഞു. മന്ത്രിസഭയിൽ അംഗം വേണമെന്ന് ലത്തീൻ സഭ മുൻകൂട്ടി അറിയിച്ചിട്ടും ആവശ്യം പരിഗണിച്ചില്ല. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ അന്തർനാടകത്തിൽ തങ്ങളുടെ ആവശ്യം ഒലിച്ചുപോയതായും യൂജിൻ പെരേര പറഞ്ഞു. നടത്താൻ അദ്ദേഹം സന്നദ്ധമാണെന്ന് വാഗ്ദാനം ചെയ്തു. ഞങ്ങൾക്ക് അതിലൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിഷറീസ് വകുപ്പും മന്ത്രിയും അതുപോലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ അനുഭവങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ മനസ്സും അറിയുന്നവരായിരിക്കണം ഫിഷറീസ് മന്ത്രി. ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ മന്ത്രിസഭയിൽ ഇല്ലാത്തതിൽ പരിഭവമില്ലെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറസ് മെത്രാപ്പൊലീത്ത. ചാണ്ടി ഉമ്മനെ സഭാ അംഗമായി കാണേണ്ടതില്ല. ചാണ്ടി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പക്ഷേ എങ്ങനെ പുറത്തായി എന്നറിയില്ല. ചാണ്ടി മന്ത്രിയാകണമെന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ നന്നായി ആഗ്രഹിച്ചിരുന്നു എന്നും പള്ളിത്തർക്കത്തിൽ കോടതി വിധി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ ചുമതലയേറ്റത് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നേരിട്ടെത്താൻ പറ്റിയില്ലെങ്കിലും അത് മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. വളരെ വൻപിച്ച ഒരു ജനാവലി അവിടെ കാണാൻ ഇടയായി. അതിൻ്റെ അർത്ഥം പുതിയ സർക്കാരിൽ ഒരു കൊടുമുടിയേക്കാൾ വലിയ പ്രതീക്ഷകളും പ്രത്യാശയുമാണ് ജനം വെക്കുന്നത് എന്നുള്ളതാണ്. തകർക്കാൻ നോക്കിയവർക്ക് മുന്നിൽ തളരാതെ നിന്നൊരു മനുഷ്യൻ. എഴുതിത്തള്ളിയ ചരിത്രകാരന്മാരുടെ പേനത്തുമ്പുകളെ നിഷ്പ്രഭമാക്കി വീണ്ടും ഉയർത്തെഴുന്നേറ്റ രാഷ്ട്രീയ വിസ്മയം. അതാണ് വർത്തമാനകാല കേരള രാഷ്ട്രീയ ചരിത്രം. കുഞ്ഞാപ്പ എന്ന് വിളിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി. പതിറ്റാണ്ടിനു ശേഷം വീണ്ടും UDF സർക്കാരിന്റെ നെടും തൂണായി വ്യവസായ മന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടി അധികാരമേൽക്കുമ്പോൾ കേരളം പ്രതീക്ഷയിലാണ്. 1980കളുടെ തുടക്കം. വെറും 29-ാം വയസ്സിൽ മലപ്പുറത്തിൻ്റെ നഗരപിതാവായി ഒരു ചെറുപ്പക്കാരൻ അധികാരമേൽക്കുമ്പോൾ ആരും കരുതിയിരുന്നില്ല അയാൾ നാളെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സുൽത്താനായി മാറുമെന്ന്. പാണക്കാട് പൂക്കോയ് തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും തണലിൽ വളർന്ന ആ യുവാവ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമിടിപ്പായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. നോക്കുകൂലിയുടെയും സമരങ്ങളുടെയും പേരിൽ വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ മടിച്ച കാലം മാറ്റിയെഴുതിയത് കുഞ്ഞാലിക്കുട്ടി എന്ന ഭരണാധികാരിയാണ്. പരമ്പരാഗത വ്യവസായങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന കേരളത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. കൊച്ചി ഇൻഫോ പാർക്കിന് അടിത്തറയിട്ടതും തിരുവനന്തപുരം ടെക്നോ പാർക്കിനെ ആഗോള ഭൂപടത്തിലേക്ക് ഉയർത്തിയതും സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കിയതും അദ്ദേഹത്തിന്റെ മാന്ത്രിക സ്പർശത്തിലായിരുന്നു. പക്ഷേ മുന്നോട്ടുള്ള വഴികൾ റോസാപ്പൂക്കൾ വിരിച്ചതായിരുന്നില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നേതാവും നേരിട്ടിട്ടില്ലാത്ത വലിയ വേട്ടയാടലുകൾക്ക് അദ്ദേഹം ഇരയായി. ഐസ്ക്രീം പാർലർ എന്ന ഒറ്റ വാക്കുമതിയായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ. ചാനൽ മുറികളിലും തെരുവുകളിലും അദ്ദേഹത്തിന്റെ ചോരയ്ക്കായി ആക്രോശമുയർന്നു. വികസന നായകന്റെ കസേരയിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെച്ച് തലകുനിച്ച് പടിയിറങ്ങേണ്ടി വന്ന ആ കറുത്ത നാളുകൾ. വിവാദങ്ങൾക്കൊടുവിൽ 2006 സ്വന്തം തട്ടകമായ കുറ്റിപ്പുറത്ത് പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി യുഗം അവസാനിച്ചതായി എതിരാളികൾ പ്രഖ്യാപിച്ചു. എന്നാൽ അവർക്ക് തെറ്റി. ഒരു കൊടുങ്കാറ്റായി തിരിച്ചു വരാനുള്ള ഉൾവലിയൽ മാത്രമായിരുന്നു അത്. കോടതിയിൽ നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം മടങ്ങിയെത്തി. 2011 വേങ്ങരയുടെ മണ്ണിൽ നിന്ന് ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും നിയമസഭയിലേക്ക്, മന്ത്രിസഭയിലേക്ക്. UDFിൽ കൊടുങ്കാറ്റുകൾ വീശുമ്പോഴൊക്കെ, മുന്നണി തകരുമെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെ എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ച പേര് കുഞ്ഞാലിക്കുട്ടി എന്നായിരുന്നു.
പിണങ്ങാത്ത സ്നേഹശൈലി കൊണ്ട് ആർക്കും അഴിക്കാനാകാത്ത രാഷ്ട്രീയ കുരുക്കുകൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അഴിച്ചെടുത്തു. പ്രതിസന്ധികളിൽ മുന്നണിയെ താങ്ങി നിർത്തുന്ന കരുത്തനായ ട്രബിൾ ഷൂട്ടറായി മാറി. വിമർശിച്ചവരെ കൊണ്ട് തന്നെ കയ്യടിപ്പിച്ച ചരിത്രമാണ് മലപ്പുറത്തിന്റെ കുഞ്ഞാപ്പയുടേത്. ഇന്ന് ഈ 74-ാം വയസ്സിലും അതേ പ്രസരിപ്പോടെ പുതിയ UDF സർക്കാരിന്റെ മന്ത്രിയായി അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി പാകപ്പെട്ട ആ രാഷ്ട്രീയ ചാണക്യന്റെ ഭരണ തുടർച്ചയ്ക്കായി കേരളം കാതോർക്കുകയാണ്. ടി.കെ. അരവിന്ദൻ, അമൃത ന്യൂസ്, മലപ്പുറം. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയ നിർദ്ദേശവുമായി വീണ്ടും ഇറാൻ. 14 നിർദ്ദേശങ്ങളാണ് ഇറാൻ കൈമാറിയത്. തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം അമേരിക്ക ഉടൻ പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ വഴിയാണ് ഇത്തവണയും ഇറാൻ സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയത്. ആണവ പദ്ധതി ദീർഘകാലത്തേക്ക് മരവിപ്പിക്കുക, യുറേനിയം ശേഖരം റഷ്യയ്ക്ക് കൈമാറുക, പകരമായി ദീർഘകാലത്തേക്ക് ഉടമ്പടി എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം അമേരിക്ക ഉടൻ പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിന് നഷ്ടപരിഹാരമെന്ന ആവശ്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. നഷ്ടപരിഹാരത്തിന് പകരം സാമ്പത്തികമായ ഉപരോധങ്ങൾ നീക്കുന്നതുൾപ്പെടെയുള്ള ഇളവുകൾ മതിയെന്ന് ഇറാൻ സമ്മതിച്ചെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതിനിടെ സമാധാന ചർച്ചകളുടെ മുന്നോടിയായി വലിയ വിട്ടുവീഴ്ചകൾക്ക് അമേരിക്കയും ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകൾ നടക്കുന്ന സമയം വരെ ഇറാനുമേലുള്ള എണ്ണ ഉപരോധം അമേരിക്ക നീക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു. ഇതോടെ ഇറാന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ കയറ്റുമതിക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ഉപരോധം നീക്കുമെന്ന വാർത്ത വന്നതോടെ ഹോർമുസ് നിയന്ത്രിക്കാനായി ഇറാൻ രൂപം നൽകിയ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രവർത്തന സജ്ജമായി. 1500 കപ്പലുകളാണ് ഹോർമുസ് കടക്കാൻ കാത്തുകിടക്കുന്നത്. ഉപരോധം നീക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആഗോള വിപണികളും ഉണർന്നു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഉപരോധം നീക്കുന്ന പക്ഷം ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അബുദാബിയിലെ ബറാക്ക ആണവ നിലയത്തിന് സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങളും മൗറിറ്റേനിയയും. മേഖലയുടെ സമാധാനവും സുസ്ഥിരതയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യാന്തര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ലംഘനമാണെന്നും ഇത് വൻ ദുരന്തങ്ങൾക്ക് വഴിമാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. UAEയുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും നേരെയുണ്ടായ ഈ കടന്നുകയറ്റത്തെ സൗദി അറേബ്യയും കുവൈറ്റും ശക്തമായി എതിർത്തു. UAE സ്വീകരിക്കുന്ന എല്ലാ സുരക്ഷാ നടപടികൾക്കും ഇരു രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും ആഗോള ഊർജ്ജ വിതരണത്തിനും ഭീഷണി ഉയർത്തുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ ില്ലെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലേക്ക് ഞായറാഴ്ച രാവിലെ ഇറാഖി വ്യോമാതിർത്തിയിൽ നിന്നുണ്ടായ 3 ഡ്രോൺ ആക്രമണം തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദി അറേബ്യയ്ക്ക് ഉചിതമായ സമയത്തും സ്ഥലത്തും പ്രതികരിക്കാനുള്ള അവകാശമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ, പൗരന്മാരുടെയും പ്രവാസികളുടെയും സുരക്ഷ എന്നിവ ലംഘിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും തിരിച്ചടി നൽകാൻ ആവശ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. സൗദിയിൽ സ്വകാര്യ മേഖല, നോൺ പ്രോഫിറ്റ് മേഖല ജീവനക്കാർക്ക് 4 ദിവസമായിരിക്കും ബലിപെരുന്നാൾ അവധിയെന്ന് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ദുൽഹജ്ജ് 9 അഥവാ മെയ് 26 അറഫ ദിനം മുതൽ 4 ദിവസമാണ് അവധിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അറഫ ദിനം മെയ് 26 ചൊവ്വാഴ്ചയായിരിക്കുമെന്നും ബലിപെരുന്നാൾ മെയ് 27 ബുധനാഴ്ചയായിരിക്കുമെന്നും സൗദി സുപ്രീംകോടതി ഇന്നലെ അറിയിച്ചിരുന്നു. UAEയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കുള്ള ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. 4 ദിവസമാണ് ഔദ്യോഗിക അവധിയെങ്കിലും വാരാന്ത്യങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ 6 ദിവസത്തെ അവധി ലഭിക്കും. ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളും പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ മാസം 26 ചൊവ്വാഴ്ച മുതൽ 29 വെള്ളിയാഴ്ച വരെയാണ് ശമ്പളത്തോടുകൂടിയ അവധി. ശനി, ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യങ്ങൾ കൂടി ചേരുമ്പോൾ 6 ദിവസത്തെ അവധി ലഭിക്കും. അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ഓഫീസുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. ഫെഡറൽ സർക്കാർ മേഖലയിലെ ജീവനക്കാർക്കുള്ള അവധി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 1 സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർക്ക് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കും നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ടായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഒരു വലിയ വിഭാഗം പ്രവാസികൾ. കുടുംബവുമൊത്ത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്.
ഗ്യാസ് സിലിണ്ടറുകൾക്ക് പുണ്യനഗരങ്ങളിൽ വിലക്ക് പ്രാബല്യത്തിൽ വന്നതായി സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകരുടെ ക്യാമ്പുകളിലും തമ്പുകളിലും സർക്കാർ വകുപ്പുകളുടെ ആസ്ഥാനങ്ങളിലും ഗ്യാസ് സിലിണ്ടറുകൾക്ക് കർശന വിലക്കുണ്ട്. എല്ലാതരം വലുപ്പത്തിലുമുള്ള ദ്രവീകൃത ഗ്യാസ് സിലിണ്ടറുകളും പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഹജ്ജ് സീസണിൽ പുണ്യസ്ഥലങ്ങളിൽ തീപിടുത്ത സാധ്യതകൾ തടയാൻ സിവിൽ ഡിഫൻസ് നടപ്പാക്കുന്ന സമഗ്രമായ പ്രതിരോധ നടപടികളുടെ ഭാഗമാണ് നിയന്ത്രണം. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഉൾപ്പെടെ സൗദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ താപനില ഇന്ന് അസഹനീയമായ രീതിയിൽ ഉയർന്നു. വരും ദിവസങ്ങളിലും താപനില ഉയരാം. മക്കയിലും മദീനയിലും വരും ദിവസങ്ങളിൽ താപനില സാധാരണയേക്കാൾ 1.5 മുതൽ 2 ഡിഗ്രി വരെ ഉയരുമെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാജ്യത്ത് കടുത്ത ചൂട് രേഖപ്പെടുത്തിയത്. മക്കയിൽ ചൂട് 46 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെ ഉയർന്നു. മദീനയിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കാൻ വിപ്ലവകരമായ മാറ്റവുമായി UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 മുതൽ എല്ലാ മാസത്തെയും ശമ്പളം തൊട്ടടുത്ത മാസത്തെ 1-ാം തീയതി തന്നെ നൽകണമെന്ന് മന്ത്രാലയം ഉത്തരവിട്ടു. ലേബർ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. പുതിയ തീരുമാനപ്രകാരം ശമ്പളം നിശ്ചിത തീയതി കഴിഞ്ഞ് ഒരു ദിവസം വൈകിയാൽ പോലും അത് കുടിശ്ശികയായി കണക്കാക്കും. ശമ്പളം വൈകുന്ന കമ്പനികൾക്കെതിരെ 2-ാം ദിവസം മുതൽ തന്നെ ഇലക്ട്രോണിക് നിരീക്ഷണവും മുന്നറിയിപ്പ് നോട്ടീസുകളും ലഭിച്ചു തുടങ്ങും. 5-ാം ദിവസം പിന്നിട്ടാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെക്കും. ശമ്പള വിതരണത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴയും ബിസിനസ് തരംതിരിക്കലിൽ തരംതാഴ്ത്തലും നേരിടേണ്ടി വരും. 16 ദിവസം കഴിഞ്ഞിട്ടും ശമ്പളം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി മന്ത്രാലയം നേരിട്ട് തൊഴിൽ തർക്കങ്ങൾ രജിസ്റ്റർ ചെയ്യും. ദുബായിലെ റോഡുകളിൽ അനാവശ്യമായും അമിതമായും ഹോൺ മുഴക്കുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടി ശക്തമാക്കി അധികൃതർ. ദുബായ് പോലീസുമായി സഹകരിച്ച് RTA വാഹന ഹോണുകൾ ഉത്തരവാദിത്തത്തോടെ മാത്രം ഉപയോഗിക്കണമെന്ന് വാഹന ഉടമകളോട് നിർദ്ദേശിച്ചു. അനാവശ്യ ഹോൺ ഉപയോഗം ശബ്ദ മലിനീകരണത്തിനും പൊതുജന അസൗകര്യങ്ങൾക്കും കാരണമാകുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, ശ്രദ്ധിക്കാത്ത ഡ്രൈവർമാരെ അറിയിക്കുക, വാഹനത്തിനുള്ളിലെ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മാത്രം ഹോൺ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ചെയ്യുന്നതിനായി GDRFA ദുബായ് AI സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പുതിയ പദ്ധതികൾ ആരംഭിച്ചു. പ്രവർത്തന സജ്ജത, ഭരണ സംവിധാനം, ഡാറ്റ വിശകലനം എന്നിവ വിലയിരുത്തുന്നതിനായി സമഗ്രമായ സ്ഥാപന അവലോകനം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മർമിയുടെ അധ്യക്ഷതയിൽ 10-ലധികം അവലോകന യോഗങ്ങളാണ് സംഘടിപ്പിച്ചത്. കുവൈറ്റിൽ പ്രവാസി തൊഴിലാളികൾക്ക് അനുകൂലമായി ലേബർ കോടതിയുടെ വിധി. കഴിഞ്ഞ 6 മാസമായി തുടർച്ചയായി ശമ്പളം മുടക്കിയ സ്വകാര്യ കമ്പനിയോട് തൊഴിലാളിയുടെ നിലവിലെ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കാനും നിലവിലെ സ്പോൺസറുടെ യാതൊരുവിധ അനുമതിയും കൂടാതെ മറ്റൊരു തൊഴിലിലേക്ക് വിസ മാറാൻ സൗകര്യമൊരുക്കാനും കോടതി ഉത്തരവിട്ടു. ഇതിനു പുറമെ തൊഴിലാളിക്ക് ലഭിക്കാനുള്ള മുഴുവൻ ശമ്പള കുടിശ്ശികയും അധിക സമയ ജോലിക്കുള്ള നഷ്ടപരിഹാരവും കമ്പനി ഉടമ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. 4 വർഷമായി താൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണെന്ന് കാണിച്ച് തൊഴിലാളി നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഈ സുപ്രധാന ഇടപെടൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കമ്പനി ശമ്പളം നൽകാത്തതിനെ തുടർന്ന് താൻ കടുത്ത ജീവിത പ്രതിസന്ധിയിലാണെന്ന് തൊഴിലാളി കോടതിയെ ബോധിപ്പിച്ചിരുന്നു. കുവൈറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ജനവാസ മേഖലയിലെ ഒരു വീടിനുള്ളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഭക്ഷ്യ ഉൽപാദന കേന്ദ്രം കണ്ടെത്തി. ചോക്ലേറ്റ്, സ്വീറ്റ്സ്, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ യാതൊരുവിധ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഒരു പ്രമുഖ ബ്രാൻഡിന്റെ മധുര പലഹാരങ്ങൾ ജനവാസ മേഖലയിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധമായി നിർമ്മിക്കുന്നുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ 9 ഏഷ്യൻ വനിതകൾ അടങ്ങുന്ന ഒരു തൊഴിലാളി സംഘത്തെ കസ്റ്റഡിയിലെടുത്തു. കൂടാതെ മധുര പലഹാരങ്ങൾ നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കളും നിർമ്മാണം പൂർത്തിയായ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നു കണ്ടെത്തി. ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും കാലാവധി കഴിഞ്ഞതും ഉപയോഗത്തിന് അനുയോജ്യമല്ലാത്തതുമായിരുന്നെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള പ്രസ് ക്ലബ് കുവൈറ്റിന്റെ അടുത്ത പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കൈരളി TV പ്രതിനിധി TV ഹിക്മത്തിനെ പ്രസിഡന്റായും, മംഗളം പ്രതിനിധി അനിൽ P. അലക്സിനെ ജനറൽ സെക്രട്ടറിയായും, സത്യം ഓൺലൈൻ പ്രതിനിധി അബ്ദുൾ റസാഖ് കുമരനെല്ലൂർ,
ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫർവാനിയ ഷെഫ് നൌഷാദ് റെസ്റ്റോറന്റിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ഓരോ മാധ്യമത്തിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കുവൈറ്റിലെ മുൻ മാധ്യമപ്രവർത്തകനായിരുന്ന വിക്ടർ ജോസഫിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി അന്വേഷണം ശക്തമാക്കി CBI. മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇന്ന് വീണ്ടും CBI റെയ്ഡ് നടത്തി. മഹാരാഷ്ട്രയിൽ കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരനെ അറസ്റ്റ് ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CBI അന്വേഷണം തുടരുകയാണ്. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടന്നു. കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടന്നത്. മഹാരാഷ്ട്രയിൽ കോച്ചിംഗ് സെന്റർ ഉടമ ശിവരാജ് മധേ ഗോയങ്കറെ CBI അറസ്റ്റ് ചെയ്തു. 8 മണിക്കൂറോളം നീണ്ട റെയ്ഡിന് ശേഷമായിരുന്നു അറസ്റ്റ്. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ മകൾക്കായി 5 ലക്ഷം രൂപ നൽകി ചോദ്യപേപ്പർ കൈവശപ്പെടുത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരുവ കദമിന്റെ വീട്ടിലും റെയ്ഡ് നടന്നു. കേരളത്തിലേക്കും വിശദമായ അന്വേഷണം നീണ്ടേക്കാം. കേസിൽ ഇതുവരെ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കേന്ദ്ര സർക്കാർ അഴിച്ചുപണി തുടരുകയാണ്. 2 ജോയിന്റ് സെക്രട്ടറിമാരെയും ജോയിന്റ് ഡയറക്ടർമാരെയും പുതുതായി നിയമിച്ചു. നിലവിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയിരുന്ന സമിതിയെ പൂർണ്ണമായും പിരിച്ചുവിട്ടിരുന്നു. ചോദ്യപേപ്പർ ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാനെതിരായ 2ാം ടെസ്റ്റിൽ ചരിത്ര വിജയത്തിനരികെ ബംഗ്ലാദേശ്. 2ാം ടെസ്റ്റിന്റെ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് ഉയർത്തിയ 437 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ റൺസൊന്നും എടുത്തിട്ടില്ല. വെളിച്ചക്കുറവ് മൂലം കളി നേരത്തെ നിർത്തുമ്പോൾ 2 ഓവർ മാത്രം നേരിട്ട പാക് ഓപ്പണർമാരായ അസാൻ അവൈസും അബ്ദുള്ള ഫസലിനും റണ്ണൊന്നും നേടാനായില്ല. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.